The sides of parallelogram are 8 centimeter and 12 centimeter and the angle between them 50 degree. Calculate its area. ഒരു സാമാന്ത്രികത്തിന്റെ വശങ്ങളുടെ നീളം 8 സെന്റിമീറ്ററും 12 സെന്റിമീറ്ററുമാണ്. ഇവയ്ക്കിടയിലെ കോൺ 50 ഡിഗ്രിയുമാണ്. അതിന്റെ പരപ്പളവ് കണക്കാക്കുക. അപ്പോൾ ഈ മെഷർമെന്റുകൾ വെച്ചിട്ട് ഞാനിവിടെ ഒരു സാമാന്ത്രികം വരച്ചിട്ടുണ്ട്. രണ്ട് സൈഡുകൾ ഒന്ന് 12 സെന്റിമീറ്ററും ഒന്ന് 8 സെന്റിമീറ്ററും. അതിനിടയിലുള്ള ആംഗിൾ 50 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഏരിയ കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സാമാന്ത്രികത്തിന്റെ ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും കൂടി വേണം, ഹൈറ്റും കൂടി വേണം. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഒരു ഹൈറ്റ് വരച്ചു. ഇനി നമുക്ക് ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം. അത് നോക്കി, 50ന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് കാണണം, 90ന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് തന്നിക്കണം. അഥവാ എതിർവശം കാണണം, കർണം തന്നിക്കണം. ഓപ്പോസിറ്റ് സൈഡ് കാണണം, ഹൈപ്പോട്ടനസ് തന്നിക്കണം. ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനസ് അല്ലെങ്കിൽ എതിർവശം കർണം ഏതാണ്? സൈൻ ആണ് അല്ലെ? അപ്പൊ സൈൻ 50 ഈക്വൽ ടു ഹൈറ്റിന് നമ്മൾ h എന്ന് കൊടുത്തു. അപ്പൊ h/8 എന്ന് വരും. ആ 8നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി ഇവിടെ ഹരിക്കാനുള്ള 8 ഇപ്പുറം വരുമ്പോ എന്താവും? ഗുണിക്കാനാവും. അപ്പൊ 8 × സൈൻ 50, സൈൻ 50ന്റെ വാല്യൂ കൊടുത്തു 0.77. ദെൻ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 77നെ 88, 8 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 7 8 56 6 ഇഷ്ടം 5 വരും. 7 56 5 61. ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് സംഖ്യ ഉണ്ട്. അപ്പൊ രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക. 6.16 എന്ന് കിട്ടും h. ഇനി നമുക്ക് ഏരിയ കാണാം. ഏരിയ കാണാനുള്ള ഇക്വേഷൻ ബേസ് ഇൻടു ഹൈറ്റ്. ബേസ് 12 ആണ്, ഹൈറ്റ് 6.16 ആണ്. അപ്പൊ 12 × 6.16 ചെയ്യുമ്പോൾ നമുക്ക് 73.92 കിട്ടും. ഓക്കെ, അതായത് 616നെ 12 കൊണ്ട് ഗുണിച്ചാൽ മതി. 2 6 12 ഇഷ്ടം 1 വരും. 2 3 3 1 6 6 12. പിന്നെ 1 ഗുണിക്കുമ്പോൾ 6 1 6 എല്ലാം കൂടി കൂട്ടുക. 2 6 3 9 2 3 3 പിന്നെ 6 3 7. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ട്? 2 സംഖ്യ. അപ്പൊ 73.92. ഇതായിരിക്കും അതിന്റെ ഏരിയ.